തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടി എന്നൊരു വാർത്ത വരുന്നു. 10 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവുമായാണ് രണ്ടുപേർ പിടിയിലായത്. 10 കിലോയിലധികം കഞ്ചാവാണ് ഇവരുടെ കയ്യിലുണ്ടായിരുന്നത് എന്നറിയുന്നു. അരുൺ സോളമനുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. അരുൺ സോളമൻ, എപ്പോഴാണ് ഈ വേട്ട? അരുൺ, ഇന്നിപ്പോ 8 മണിക്കാണ് ഈ രണ്ടംഗ സംഘത്തെ ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയത്. ഇവര് ബാങ്കോക്കില് ടൂറിസവുമായി ബന്ധപ്പെട്ട് പോയി തിരിച്ചു വരുമ്പോഴാണ് അവിടെ നിന്നും 10 കിലോയിലധികം വരുന്ന ഹൈബ്രിഡ് കഞ്ചാവ് മേടിച്ചതെന്നുള്ളതാണ് അവരിപ്പോ പറയുന്നത്. കസ്റ്റംസിനോട് പങ്കുവച്ച വിവരം അതാണ്. 23 വയസ്സുള്ള യുവാവും 21 വയസ്സുള്ള യുവതിയുമാണ് ഇപ്പോൾ കസ്റ്റംസ് പിടികൂടിയിരിക്കുന്നത്. ഇവർ രണ്ടുപേരും മലപ്പുറം സ്വദേശികളാണ്. ഇന്നിപ്പോൾ അവിടെ തിരിച്ച TR 530 എന്ന് പറയുന്ന വിമാനത്തിലാണ് ബാങ്കോക്കിൽ നിന്ന് സിംഗപ്പൂർ വഴി തിരുവനന്തപുരത്തേക്ക് എത്തിയ വിമാനത്തിലായിരുന്നു ഇവർ സഞ്ചരിച്ചത്. തിരുവനന്തപുരത്ത് എത്തി ഇറങ്ങിയപ്പോഴാണ് കസ്റ്റംസ് ഇവരെ പിടികൂടിയത്. ഇവരെ പിടികൂടി കസ്റ്റംസിന്റെ പ്രിവന്റീവ് വിഭാഗമാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത്. ഇവരെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കസ്റ്റംസ് എന്തായാലും പുറത്തുവിട്ടില്ല. എന്തായാലും മാർക്കറ്റിൽ അന്താരാഷ്ട്ര വിപണിയിൽ 10 കോടി രൂപ വിലമതിക്കുന്ന കഞ്ചാവാണ് പിടികൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് നിലവിൽ കസ്റ്റംസ് പുറത്തുവിട്ടിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു വിവരം. ഇത് രണ്ടുപേരും പ്രധാനമായും പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം, രണ്ടുപേരും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ബാങ്കോക്കിൽ ഉണ്ടായിരുന്നു. ബാങ്കോക്ക് സന്ദർശിക്കാൻ ചെന്നപ്പോഴാണ് ഈ ഹൈബ്രിഡ് കഞ്ചാവ് പരിചയപ്പെട്ടതും അവിടെ വെച്ച് വാങ്ങി തിരിച്ച് നാട്ടിലേക്ക് വന്നത്. ഇത് കൊണ്ടുവരുന്നത് വളരെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങോട് കൂടിയായിരുന്നു. ഭക്ഷ്യവസ്തുക്കൾ കൊണ്ടുവരുന്നു എന്ന മറവിലായിരുന്നു ഈ രണ്ടുപേരും ഇത് കൊണ്ടുവന്നത്. അതായത് ഈ നട്ട്സ് അടക്കമുള്ള പാക്കറ്റുകളിൽ അതിന് പകരം കഞ്ചാവ് കയറ്റി പറ്റിച്ച് ഉദ്യോഗസ്ഥരെ പറ്റിച്ചുകൊണ്ട് തന്നെയാണ് അവിടെ നിന്നും ഇവർ കയറിയത്. അവിടെയും അവിടുത്തെ ഫ്ലൈറ്റിലൊക്കെയും സിംഗപ്പൂരിലൊക്കെയും പരിശോധന നടന്നിരുന്നു. പക്ഷെ അവരുടെയൊക്കെ കണ്ണുകളെ വെട്ടിച്ചുകൊണ്ടാണ് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ സംഘം പിടികൂടുകയായിരുന്നു. കസ്റ്റംസ് ആണ് പ്രധാനമായും ഇപ്പോൾ ഇവരെ പിടിച്ചവരിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. താങ്ക് യു. അരുൺ സോളമനാണ് വിവരങ്ങൾ നൽകിയത്. 10 കോടി രൂപ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വിലമതിക്കുന്ന ഹൈബ്രിഡ് കഞ്ചാവാണ് ബാങ്കോക്കിൽ നിന്നെത്തിയ യാത്രക്കാരിൽ നിന്ന് തിരുവനന്തപുരത്ത് വിമാനത്താവളത്തിൽ പിടികൂടിയിരിക്കുന്നത്.